അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇച്ചിരി ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പഴയതുപോലെ പണ്ട് കാലങ്ങളിൽ നമ്മൾ വെക്കുന്ന പോലെ നമ്മൾ മുളകും മല്ലി വറുത്തരച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഉള്ളിയൊക്കെ നമ്മൾ വഴട്ടിയൊക്കെ ഇത് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ അങ്ങനെയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയുണ്ട്, തേങ്ങ, ഇഞ്ചി, മുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്ത് നിന്ന് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, മല്ലി, ഉലുവ ഇത്ര എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇപ്പോൾ വെച്ച് ഇടുവാണേ. കറിവേപ്പില ഇട്ട് ചെറിയ ഉള്ളി ഇടുകയാണ്. ഒരു തീ അടപ്പിൽ കിടന്ന് കത്തുക കേട്ടോ. വെളുത്തുള്ളി ഇട്ട് പച്ചമുളക്, ഇഞ്ചി, തേങ്ങ. കുറച്ച് ഉപ്പ് നമ്മൾ ഇടുകയാണ്. ശകലം ഉപ്പിട്ട് നമ്മൾ വേവിക്കുകയല്ല. കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ ഇപ്പം. പിന്നെ നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച ഗരം മസാല പൊടിയാണ് ഞാൻ കുറച്ച് ചേർത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കും. എന്നിട്ട് ഇതെല്ലാം ഇളക്കി നമ്മൾ അടപ്പെടുത്ത് അടച്ചിട്ട് നമ്മൾ അടപ്പ് വെക്കാം. അടച്ചിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മുളകും മല്ലിയും വറക്കാം. വറുത്ത് നമ്മൾ അമ്മിക്കല്ലയിൽ വെച്ചാണ് ഇത് അരയ്ക്കാൻ പോണേ. നമ്മളിപ്പോൾ എല്ലാവരും മുളക് പൊടി എല്ലാം ചേർത്ത് നമ്മൾ ചെയ്യും. പണ്ട് കാലങ്ങളിൽ നമ്മൾ അരച്ചൊക്കെ ചേർത്തല്ലേ ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഞാനിത് ചെയ്യുവാണേ. നമ്മുടെ മുളകും മല്ലിയും വറുത്തിട്ടുണ്ട്. നമ്മൾ വറുത്തിട്ടുണ്ട്, നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അമ്മിക്കല്ലിൽ കൊണ്ട് അരയ്ക്കണം. നമ്മളിത് കൊണ്ട് അടച്ചു വെച്ച സാധനം നമ്മളെടുത്ത് അടപ്പിലിട്ട് വെക്കണം. വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ലേ. നമ്മൾ ഈ കല്ലിലാണ് അരയ്ക്കാൻ പോകുന്നത്. നമ്മുടെ ഈ കല്ലിലാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിലൊന്ന് കഴുകിയിടുകയാണ്. കഴുകി ഇട്ടതാ, നമ്മളൊന്ന് കഴുകണം. എടുത്തോണ്ട് വന്നതാണേ. നമുക്കത് കുറേശ്ശെ ഇട്ട് അരയ്ക്കാൻ പറ്റത്തുള്ളേ. കുറച്ച്
അരച്ചിട്ട് മുളക് എല്ലാം നല്ല രീതിയിലൊന്ന് കുറച്ച് അരച്ചിട്ട് മല്ലിയിട്ട് അരയ്ക്കാം. ഈ മല്ലി മുളക് കൂടെ ചേർത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. നമ്മൾ മുളക് ഇത്ര അരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മല്ലി നമ്മൾ ഇരിക്കുന്നത് എൻ്റെ ഇളയവൾ അവിടെ കിടന്ന് അരയ്ക്കുന്നത്. വെള്ളം ഒഴിച്ചു. നമ്മൾ ഇന്ന് ഇത് അരച്ചിട്ടുണ്ട്. നമ്മളിനി അരച്ചത് നമ്മൾ വടിച്ച് നമ്മുടെ പാത്രത്തിലോട്ട് വെക്കുവാണേ. മുളകും മല്ലിയും ഉലുവയും കൂടാണ് അരച്ചേക്കുന്നത്. ഉലുവപ്പൊടിയല്ല ഇട്ടേക്കുന്നത്, ഉലുവ അരച്ചതാണേ. അത് ഇപ്പം ഇത്ര അരപ്പ് നമ്മൾ അരച്ചത് കിട്ടിയിട്ടുണ്ട്. അതെ, നമ്മൾ മൊത്തം വടിച്ച് നമ്മുടെ അരപ്പ് എടുക്കുവാണേ കല്ലിൽ. നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് രുചിയോടെ നമുക്ക് കഴിക്കാനും പറ്റും എല്ലാവരും. നമ്മുടെ ഈ അരപ്പ് വെള്ളം നമ്മൾ കളയുന്നില്ല, നമ്മൾ അതിനകത്ത് ഒഴിക്കാനാണ്. ഇതുകൊണ്ട് ഇത്രയും നമ്മൾ അരച്ചെടുത്തു. മല്ലി, മുളക്, ഉലുവ എല്ലാം കൂടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി കൊണ്ടുപോകാം. നമ്മൾ കല്ല് കഴുകിയിടട്ടെ. നമ്മളീ പാള വെച്ച് അടച്ച് വെച്ചാൽ തേങ്ങയൊക്കെ നമ്മൾ മൂപ്പിച്ച് അതിന് വരട്ടിയല്ലേ ഇടുന്നത്. അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇത് പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയല്ലേ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നത് പണ്ട് കാലത്ത്. ഇതുപോലെ ഞാൻ ചെയ്യുവാണേ. ഇത് വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ലേ വേണ്ട. വെള്ളം നമുക്ക് ചിക്കനകത്തായാലും മറ്റേ ഇറച്ചിക്കകത്തായാലും വെള്ളം ഉണ്ടല്ലോ, അത് ഇറങ്ങുന്നതായത്. നമുക്ക് ഉപ്പൊക്കെ നമുക്ക് കറിയെല്ലാം ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ടാൽ മതി. കുറച്ച് ഉപ്പ് ഞാൻ അല്ലെങ്കിൽ ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടത്. നമ്മളിത് വാങ്ങി ഈ ഉരുളിയില്ലേ, ഈ ഉരുളിക്കകത്ത് നമ്മൾ തട്ടും. ആകാശം കൂടെ എപ്പോഴേ ഇവിടെ ഉണ്ട്. ഇത് വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഉരുളിക്കകത്ത് തട്ടണം. ഈ ഇതിനകത്ത് തട്ടിയിട്ട് നമ്മൾ ഈ അരപ്പ് ഇതിനകത്താണ് ചേർക്കാൻ പോകുന്നത്. ഗരം മസാല ചെറുതായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളിത് അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ശകലവും കൂടെ നമുക്കിടാം. നമ്മൾ ഈ അരപ്പ് ഇതിനകത്ത് ഇടാൻ പോകും.
എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് കയറി കാണണം. ഞാനിങ്ങനെ ചെയ്ത വീഡിയോ ഒന്ന് കാണണം. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് വേണം. ഇതിൻ്റെ കൂടെ നമ്മൾ ചീനി ചോറും ഉണ്ട്, അങ്ങനെ മോരുകറി ഉണ്ട് നമ്മൾ കഴിക്കാൻ. കണ്ട് ആ മല്ലിയുടെ നല്ല മണം വരുന്നുണ്ട്. മല്ലിയുടെ നല്ല മണം വരുന്നുണ്ട്. മല്ലിയുടെ പിന്നെ പൊടിയുടെ മണമല്ല, നമ്മൾ ഈ വറുത്തരച്ച മണം നല്ല വരുന്നുണ്ട്. നമ്മൾ ശകലം വെള്ളം ഇതിനകത്ത് ചേർത്ത് കഴുകി നമ്മൾ ഈ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. നമ്മൾ ഈ അരപ്പിൻ്റെ വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത്. കണ്ട അതാണ് നമ്മൾ ഒഴിക്കുന്നത്. ചാറൊക്കെ വേണ്ടേ, വേറെ പച്ചവെള്ളമൊന്നും നല്ലാതെ നമ്മൾ ചേർത്തൊന്നുമില്ല. ഗരം മസാലപ്പൊടി ശകലോടെ ഇടുവാണ്. ഇത്ര ഇട്ടുള്ളൂ. ഉപ്പൂടെ ഇടുവാണ് നമ്മുടെ. ഇനിയിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത സമയത്ത് ഇച്ചിരി ഉപ്പ് വേണമല്ലോ. നമ്മൾ ശകലം ഇടുവാണ്. ഞാൻ ശകലം ഇട്ടല്ലോ. പിന്നെ ഇത് നമുക്ക് അടച്ച് വെക്കാനുള്ള വലിയ പാത്രമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഇല വെച്ച് മൂടുകയാണ് ചെയ്യുന്നത്. ഇല വെട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് കടുക് വറക്കണം. അതെ, റെഡി ആയിട്ടുണ്ട്. വേറെ അരപ്പൊന്നും നമ്മൾ ചേർത്ത്, നമ്മൾ അരച്ച അരപ്പൊക്കെ ചേർത്തിട്ടുള്ളേ. നമ്മളത് വാങ്ങാൻ പോകണേ. ആദ്യം ഇങ്ങോട്ട് വെച്ച് പോകണേ. ചട്ടി വെച്ചിട്ടുണ്ട്. നേരെ എടുത്ത് നോക്കാം. കടുക് വറക്കാൻ എടുത്തതെന്ന് വെച്ചാൽ രണ്ട് എന്തൊക്കെ മുളക്, കരിവേപ്പില, ഉള്ളി. എണ്ണ ഒഴിക്കട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിക്കണം. നമ്മൾ ഇതിനകത്ത് താണ്ട് ഒരു തുള്ളി എണ്ണ പോലും നമ്മൾ ചേർത്തിട്ടില്ല. ഇറച്ചിക്കകത്തുള്ള നെയ്യ് അതിനകത്ത് ഇറങ്ങിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇത്ര വെളിച്ചെണ്ണ അതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ അപ്പോൾ എണ്ണ ചൂടായിട്ട് നമ്മൾ കടുക് പൊട്ടിക്കാൻ പോകും. കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി ഇടാൻ പോണേ. അപ്പോഴത്തേന് നമുക്ക് കരിവേപ്പിലേക്ക് ഇട്ടാം. നമ്മൾ മുളകും കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ചേർത്തിട്ടുണ്ട്. ഉരുളി കിടന്ന് കറങ്ങുക. അപ്പം നമ്മുടെ ഇത് കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീനി അടപ്പിൽ വെക്കണം, ചീനി വേവിക്കണേ. അപ്പം എൻ്റെ കറി കണ്ടോ, നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോക്കൊക്കെ എല്ലാവരും ഒന്ന് കാണണം, എല്ലാവരും കയറി. നമ്മൾ ചീനി അടപ്പിൽ വെക്കുവാണേ. ചീനി അടപ്പിൽ വെച്ചിട്ടുണ്ട്. ചീനി മംഗലത്തിലാണ് വേവിക്കുന്നത്. ഇവിടെ അധികം പാത്രമൊന്നും വലുതായിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്.
ഇത് അടച്ച് വെക്കണം. നമ്മൾ ഈ അടപ്പ് വെച്ച് അടയ്ക്കും. ഇവിടെ അധികം പാത്രമൊന്നും നല്ലതായിട്ടില്ല, നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് അപ്പം ഞാൻ ഇച്ചിരി എടുത്ത് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇത്രയും ആയിപ്പോയത്. ഇപ്പം ഇച്ചിരി എടുത്ത് കൊടുത്ത് എൻ്റെ മോൾക്ക് ഇച്ചിരി എടുത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനെ. അപ്പം അവർ കഴിക്കാനായിട്ട് ഇവർക്കിട്ട് അവർ മേലാണ് താമസിക്കുന്നത്. അവർക്ക് ഇച്ചിരി കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇച്ചിരി കറി കുറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ചീനിയുടെ വേവിച്ചിട്ട് നമ്മൾ കാണിക്കാം. ചീനി വെന്തോന്ന് നോക്കാം. ചീനി അപ്പോൾ നമുക്ക് നല്ല ചൂടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പം നമുക്കത് ഊറ്റാൻ നോക്കാം. ഈ പാത്രം ഊറ്റണം. ഇവിടെ വെച്ചാൽ ഊറ്റുന്നതൊക്കെ എനിക്ക് അതിനകത്ത് കമ്പി ഈ അടുപ്പിച്ച് ഇളകിയിരിക്കുക. അന്നേരം ഈ അടുപ്പ് നമ്മൾ മുന്നോട്ടിങ്ങ് പോരും. അതുകൊണ്ട് ഇത് വെച്ചാണ് ഞാൻ അടപ്പയിലോട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. ചീനിവെള്ളം നമുക്ക് കൊണ്ട് കളയാം. നമ്മൾ ചീനി ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇടാം. മഞ്ഞപ്പൊടി ഇടുവാണ്. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമ്മൾ തുടുപ്പ് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. തുടുപ്പെടുത്ത് നമ്മൾ ഇനി ഇളക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പൊടിയിൽ ഇങ്ങനെ അടിച്ചിട്ട് നല്ലോണം കുഴഞ്ഞിട്ടുണ്ട്. വെച്ചിട്ട് ഇതെടുത്ത് ഇതിൻ്റെ മണ്ടയിലോട്ട് വെക്കുക. അടിയിലൊക്കെ നല്ലോണം അരപ്പ് പിടിച്ചിട്ടുണ്ട്. അവിടെ ചീനി ആയിട്ടുണ്ട്. കണ്ടേ, ചീനി വെന്തിട്ടുണ്ട്. ചീനി ഉടച്ച് നമുക്ക് അവിടെ വേവിച്ച് നമുക്ക് നമ്മുടെ ചീനിയും നമ്മുടെ ബീഫ് കറിയും കൂടെ കഴിക്കണം. കാണിക്കാം. നമ്മൾ ചീനി എല്ലാം നമ്മൾ ഇളക്കിയിട്ടുണ്ട്. എല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം എടുത്ത് ഇത് വിളമ്പി കാണിക്കാമേ. ഇത് കയ്യോടങ്ങ് കഴുകി വെച്ചാൽ, അല്ലെങ്കിൽ ഇത് മൊത്തം പിടിക്കും. നമ്മൾ തുടുപ്പും കഴുകി അങ്ങ് വെച്ച്, അല്ലെങ്കിൽ ഇത് ഉണങ്ങി പിടിക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഇതിന്ന് വെച്ച ചീനി നമുക്ക് കാണിക്കാം.
ചീനി എടുത്തിട്ടുണ്ട്. ചീനി അപ്പം ഇങ്ങോട്ട് വെച്ച് നമ്മൾ ബീഫ് കറിയാണ്. അതാണ് നമ്മുടെ ബീഫ് കറി. സത്യം അതല്ലേ, വിഷമം വരുന്നുണ്ട്. പണ്ടത്തെ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മൾ ഈ കറി എടുത്തപ്പോഴേ. പണ്ട് കാലങ്ങളിലൊക്കെ അമ്മയൊക്കെ ഞങ്ങൾക്ക് കറി വെച്ച് തരുമ്പോൾ ഉള്ള ആ ഒരു മണം വരുന്നുണ്ട് സത്യമായിട്ടും. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എല്ലാവരും ഒന്ന് കാണണം, എൻ്റെ ചാനലൊന്ന് കയറി കാണണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.